നമുക്ക് കൊളിഷന്റെ ഫിസിക്സിലേക്ക് കടക്കാം. ഓക്കെ, വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ അല്ലെങ്കിൽ ഹെഡ് ഓൺ കൊളിഷൻ, ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ, അപ്പൊ ഇലാസ്റ്റിക് കൊളിഷന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ്. വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൊളൈഡിംഗ് ബോഡികൾ കൊളിഷന് മുമ്പും കൊളിഷന് ശേഷവും ഒരേ ആക്സിസിലൂടെ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും. അതാണ് വൺ ഡയമെൻഷണൽ. ഒരേ ലൈനിലൂടെ ഒരു ഡയമെൻഷനല്ലേ ഉള്ളൂ, ഒരു ആക്സിസിലൂടെ പോകുന്നു. എന്നാൽ ടു ഡയമെൻഷൻ എന്ന് പറഞ്ഞാലോ ഒരു പ്ലെയിനിൽ കൂടി ഇപ്പോൾ നോക്കൂ, ഇയാളെ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, കൊളിഷന് ശേഷം ഒരാൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതൊരു ടു ഡയമെൻഷണൽ മോഷനാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇതൊരു വൺ ഡയമെൻഷണൽ മോഷനാണ്. അല്ലെങ്കിൽ ഹെഡ് ഓൺ വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളിഷൻ എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ ഓർ ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ, ഇലാസ്റ്റിക് കൊളിഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. നോക്കൂ, കൊളിഷന് മുമ്പുള്ള ഒരു പിക്ചറാണിത്. എ എന്നുള്ള ബോഡി, ബി എന്നുള്ള ബോഡി, എയുടെ മാസ് m1, ബിയുടെ മാസ് m2. നോക്കൂ, എയുടെ വെലോസിറ്റി ബിഫോർ കൊളിഷൻ അതിനെ ഐ എന്ന് സൂചിപ്പിക്കുന്നു. v1i എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി. v1i എന്ന് വെച്ചാൽ എയുടെ ഇനിഷ്യൽ വെലോസിറ്റി ബിഫോർ കൊളിഷൻ ആണ്. ഇവിടെ നോക്ക്, v2i എന്ന് വെച്ചാൽ രണ്ടാമത്തെ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി. m2 മാസ് ഉള്ള രണ്ടാമത്തെ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി v2i. ഓക്കെ, അതാണ് ബി എന്നുള്ള ബോഡി. അപ്പോൾ ഇവരിങ്ങനെ ഈ ഒരു വെലോസിറ്റിയിൽ ഇങ്ങനെ വരികയാണ്. ഇയാളുടെ വെലോസിറ്റി കൂടുതലാണ്, എന്നാലല്ലേ കൊളിഷൻ നടക്കൂ. അല്ലാതെ ഇയാളുടെ വെലോസിറ്റി v2i v1iനേക്കാൾ കൂടിയിരുന്നാൽ ഇത് ഉരുണ്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ വെലോസിറ്റി കൂടുന്നത് കൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വന്ന് ഇവിടെ കൊളിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കൊളിഷന് മുമ്പുള്ള പിക്ചർ. ഇത് കൊളിഷന്റെ സമയത്തുള്ള പിക്ചറാണ്. കണ്ടോ, കൊളൈഡ് ചെയ്യുന്നു. അതിനുശേഷം ആഫ്റ്റർ കൊളിഷൻ m1ന്റെ വേഗത v1f ആയി മാറുന്നു. ഫൈനൽ വെലോസിറ്റി ഓഫ് 1, എ എന്നുള്ള ബോഡി, m1 മാസ്, അതിന്റെ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ v1f. അതുപോലെ ബി എന്നുള്ള ഈ ബോഡി നോക്കൂ, m2 മാസ് ആണ്, ആഫ്റ്റർ കൊളിഷൻ അതിന്റെ വെലോസിറ്റി v2f ആണ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷന്റെ ആ ഒരു പിക്ചർ. ഞാൻ വായിക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൺസിഡർ ടു ബോഡീസ് എ ആൻഡ് ബി ഓഫ് മാസസ് m1 ആൻഡ് m2 റെസ്പെക്ടീവ്ലി മൂവിംഗ് അലോങ് ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. കണ്ടോ, ഒരേ ഡയറക്ഷൻ. ലെറ്റ് v1i ആൻഡ് v2i ബി ദെയർ റെസ്പെക്ടീവ് വെലോസിറ്റീസ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് v1i വെക്ടർ ഗ്രേറ്റർ ദാൻ v2i വെക്ടർ. ശരിയല്ലേ? ഇതിന്റെ വേഗത കൂടിയാലേ വന്ന് കൊളൈഡ് ചെയ്യുള്ളൂ. The two bodies will collide after some time. Okay. During collision, the bodies will be deformed in the region of contact. അപ്പൊ നോക്ക്, ഇവർ രണ്ടുപേരും കൊളൈഡ് ചെയ്യുമ്പോൾ നോക്കൂ, ആ കൊളൈഡ് ചെയ്യുന്ന ഈ റീജിയൻ ഉണ്ടല്ലോ, ഇവിടെ റീജിയൻ ഓഫ് കോണ്ടാക്ട്, അവിടെ ഈ ബോഡികൾ ഡീഫോം ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ഇവരുടെ ഷേപ്പ് അങ്ങോട്ട് മാറും. ശരിയല്ലേ? കാര്യം വന്ന് ഇടിക്കുകയാണ്. ശരിയല്ലേ? ഇപ്പൊ രണ്ട് കാറുകൾ വന്ന് ഇടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഷേപ്പ് എന്തായാലും മാറുന്നു. അപ്പൊ അവിടെ റീജിയൻ ഓഫ് കോണ്ടാക്റ്റില് ഇവരുടെ ഷേപ്പ് മാറുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഇവർ വരുന്നത് കൈനറ്റിക് എനർജി കൊണ്ടാണ്. ശരിയല്ലേ? മോഷനിലൂടെ മൂവ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ പാർട്ട് ഓഫ് കൈനറ്റിക് എനർജിയുടെ കുറെ ഭാഗം ഷേപ്പ് മാറുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ എന്ത് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഒരു ബോഡിയുടെ ഷേപ്പ് മാറുമ്പോൾ അത് എന്ത് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ വന്നിടിക്കുമ്പോൾ ഇവരുടെ കൈനറ്റിക് എനർജിയുടെ ഒരു ഭാഗം ഇവരുടെ ഷേപ്പ് ഡീഫോം ചെയ്യപ്പെടുന്നത് കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. അങ്ങനെയാണ്. എന്നാൽ ഇലാസ്റ്റിക് കൊളിഷൻ അല്ലേ? അപ്പോ ആ ബോഡികൾ അവരുടെ ഷേപ്പ്, ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും പെട്ടെന്ന്. ശരിയല്ലേ? ഡ്യൂ ടു ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? നേരത്തെ ഷേപ്പ് ഇങ്ങനെ മാറിയിരുന്നപ്പോ പൊട്ടൻഷ്യൽ എനർജി ആയത് ഷേപ്പ് ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരുമ്പോ എന്താണ്? അത് കൈനറ്റിക് എനർജിയായി മാറും. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആ ബോഡികൾ സെപ്പറേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നോക്കൂ, ഇങ്ങനെ രണ്ടുപേരും വരുന്നു,
ഇങ്ങനെ രണ്ടുപേരും വരുന്നു, ഇയാളുടെ വെലോസിറ്റി കൂടുതലാണ്, ഇവിടെ ഇടിക്കുന്നു. ഇവർ വരുമ്പോൾ ഇവർക്ക് രണ്ടുപേരും കൈനറ്റിക് എനർജിയാണ് ഉള്ളത്. അപ്പൊ രണ്ടുപേരും കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ റീജിയൻ ഓഫ് കോണ്ടാക്റ്റിൽ എന്ത് പറ്റും? ഇവരുടെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഡീഫോം ചെയ്യപ്പെടും. അപ്പോൾ വരുന്ന കൈനറ്റിക് എനർജി കുറെ പാർട്ട് പൊട്ടൻഷ്യൽ എനർജിയായി മാറും. ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് ഇവരുടെ ഷേപ്പ് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പൊ എന്ത് ചെയ്യും? ആ കിട്ടിയ പൊട്ടൻഷ്യൽ എനർജി പിന്നെയും കൈനറ്റിക് എനർജിയായി മാറിയിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇവർ പിന്നെയും യാത്ര തുടരും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ദ ബോഡീസ് വിൽ സെപ്പറേറ്റ്. നോക്കൂ, ഇതാണ് കണ്ടോ, ദ ബോഡീസ് വിൽ റീഗെയിൻ ദെയർ ഒറിജിനൽ ഷേപ്പ് ഡ്യൂ ടു ഇലാസ്റ്റിസിറ്റി. ദ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി റീകൺവേർട്ടഡ്. കണ്ടോ, റീകൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ദ ബോഡീസ് വിൽ സെപ്പറേറ്റ് ആൻഡ് കണ്ടിന്യൂ ടു മൂവ് അലോങ് ദ സെയിം സ്ട്രേറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ബട്ട് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ്. കണ്ടോ, അവ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് ഒരേ സ്ട്രേറ്റ് ലൈനിൽ പോകുന്നു, ഒരേ ഡയറക്ഷനിൽ പോകുന്നു, പക്ഷെ വെലോസിറ്റികൾ മാറുന്നു. ഓക്കെ, ക്ലിയർ ആയോ? Let V1F and V2F be the velocities of A and B respectively after the collision. കൊളിഷന് ശേഷമുള്ള എയുടെയും ബിയുടെയും വെലോസിറ്റികളാണ് ഇതായി പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്ന് വെച്ചാൽ എയുടെ ഫൈനൽ വെലോസിറ്റി, ഇത് സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ബിയുടെ ഫൈനൽ വെലോസിറ്റി. ഓക്കെ, നിങ്ങൾക്കറിയാം ഇലാസ്റ്റിക് കൊളിഷൻ അല്ലേ? ഓക്കെ, ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. കൊളിഷന് മുമ്പ് ഇവരുടെ രണ്ടുപേരുടെയും മൊമെന്റം, അതാണ് ടോട്ടൽ മൊമെന്റം. അത് കൊളിഷന് ശേഷമുള്ള ഇവരുടെ രണ്ടുപേരുടെയും മൊമെന്റത്തിന്റെ ടോട്ടലിന് തുല്യമായിരിക്കും. അങ്ങനെയെങ്കിലല്ലേ കൺസർവേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്ലൈയിങ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് ബാക്കി എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ഓക്കെ, അപ്പൊ ഞാൻ വളരെ സ്പീഡിന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്യാച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, മൊത്തം മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോവേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, മൊമെന്റം ബിഫോർ കൊളിഷൻ എന്ന് വെച്ചാൽ ആ രണ്ട് ബോഡികളും ചേരുന്ന സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം ആണ്. ബിഫോർ കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ഫസ്റ്റ് ബോഡിയുടെ V1I, സെക്കൻഡ് ബോഡിയുടെ V2I ആണെങ്കിൽ ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റം എത്രയായിരിക്കും? മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി, M1 ഇൻറ്റു V1I പ്ലസ് രണ്ട് ബോഡിയുടെയും ചേർക്കണം M2 ഇൻറ്റു V2I. അപ്പോൾ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ആയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതുന്നുള്ളൂ, മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഡയറക്ഷൻ നോക്കൂ, മോളിൽ ആരോ ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളണം ഇതെന്താണ്? മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ഇത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ, ഇത് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എത്ര? മൊമെന്റം ഓഫ് ദ ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളിഷൻ M1 ഇൻറ്റു ഫൈനൽ വെലോസിറ്റി അല്ലേ V1F, കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി പ്ലസ് M2 ഇൻറ്റു V2F. ഓക്കെ, അപ്പൊ ടോട്ടൽ മൊമെന്റം ഓഫ് ദ ടു ബോഡീസ് ആഫ്റ്റർ കൊളിഷൻ അല്ലേ ഇത് M1 V1F പ്ലസ് M2 V2F. ക്ലിയർ അല്ലേ? ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നിങ്ങൾ അടുത്ത ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോ M1 V1I മൈനസ് M1 V1F എന്ന് വരില്ലേ? വരും. ഓക്കെ, അപ്പൊ ആദ്യം ഇന്ന് നിങ്ങൾ M1 കോമൺ എടുക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കണം. M1 കോമൺ എടുത്തിട്ട് ബാക്കി ആരുണ്ട്? V1I മൈനസ് V1F ഉണ്ട്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു M2 V2F ഇല്ലേ? ഈ ആളെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ മൈനസ് M2 V2I ആയി. ശരിയല്ലേ? അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ M2 V2F മൈനസ് M2 V2I ഇയാൾ ഇപ്പുറത്ത് വരുമ്പോ അതിൽ നിന്ന് M2 കോമൺ എടുത്തിട്ട് V2F മൈനസ് V2I എന്ന് എഴുതാം. അപ്പോ ഫലത്തിൽ നമുക്ക് ഇതായി ഇങ്ങനെ കിട്ടി. ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഞാനൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത് ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അപ്പോ മൊമെന്റം കൺസർവ്ഡ് ആണ് എന്നതിന്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ട ഒരു സംഗതിയാണ് എന്ത്? കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണ് ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട്. എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ. അപ്പൊ നോക്കൂ, ബിഫോർ കൊളിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മാസുകളുണ്ട്. അപ്പൊ രണ്ട് മാസുകളുടെയും കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി വെച്ചിട്ടുള്ള ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഹാഫ് M1 V1I സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2I സ്ക്വയർ. ശരിയല്ലേ? അപ്പോ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ എങ്ങനെ കിട്ടും? ഹാഫ് M1 V1F സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2F സ്ക്വയർ. ശരിയല്ലേ? ഫൈനൽ വെലോസിറ്റി ആണ് രണ്ട് ബോഡികളുടെ. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി ആയി ടോട്ടൽ. അപ്പോൾ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ.
നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഈ ഹാഫിനെ എല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പൊ ദാ ഇങ്ങനെ വരും. ക്ലിയർ ആയോ? ഇനി ചെയ്യേണ്ടത് മറ്റേ കഴിഞ്ഞ നമ്മൾ സ്റ്റെപ്പ് ആ മൊമെന്റത്തിന്റെ കേസ് ചെയ്തതുപോലെ M1 മാത്രം വെച്ചിട്ടൊരു പിന്നെ സെറ്റ് ഉണ്ടാക്കുക. അതായത് M1V1I², ഇവിടെ നിന്ന് ഈ V1F² ഇങ്ങനെ കൊണ്ടുവരിക. M1 കോമൺ എടുത്തിട്ട് ഇങ്ങനെ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ M2V2F² ഉണ്ട്, ഇയാളെ ഇങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ -M2V2I² ആയി. അതിൽ നിന്ന് M2 കോമൺ എടുത്തിട്ട് ഇങ്ങനെ എഴുതുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. കണ്ടോ, ഇത് A² - B² എന്നുള്ള രീതിയിലല്ലേ ഇരിക്കുന്നത്. V1I² - V1F². ഇത് എയും ഇത് ബിയും ആണെന്ന് എടുത്താൽ A² - B² ആണ്. A² - B² എങ്ങനെ എഴുതാം? A+B × A - B എന്ന് എഴുതിക്കൂടെ? ഇവിടെ അങ്ങനെ തന്നെയാണ്. A² - B², A+B × A - B. അപ്പൊ M1 × A+B എന്ന് വെച്ചാൽ V1I + V1F into A - B, V1I - V1F, that is equal to M2 ഇവിടെ A+B × A - B, V2F + V2I into V2F - V2I. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് എന്ത്? സെക്കൻഡ് ഇക്വേഷൻ. റോമൻ നമ്പർ ആണ് 2. ഇവിടെ റോമൻ നമ്പർ 1 കൊടുക്കണം കേട്ടോ. 1 ആണ് കണ്ടോ. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് 2/1, അതായത് ഈ ഇക്വേഷനെ ഡിവൈഡഡ് ബൈ ഈ ഇക്വേഷൻ കൊടുക്കുക. മനസ്സിലായോ? അപ്പോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡിങ് 2/1. അപ്പൊ നോക്കിയേ, നമുക്ക് LHSനെ ചെയ്തു നോക്കാം. അതായത് LHS, ഈ LHS ദിസ് ടേം ഡിവൈഡഡ് ബൈ ദിസ് ടേം. അപ്പൊ നോക്കിയേ, ഇതിൽ കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട് കുട്ടികളെ? നിങ്ങൾ ശ്രദ്ധിച്ചോ? M1 × V1I - V1F. ഇവിടെ കണ്ടോ, M1 × V1I - V1F. അപ്പൊ അത് ക്യാൻസൽ ആയി പോകൂലേ? ഇതുകൊണ്ട് അതായത് ഈ സാധനത്തിനെ ഇനി ഇറക്കി ഇതിന്റെ അടി വെക്കുമ്പോഴേ ഇവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ശരിയല്ലേ? M1 × ഇത് പോയി. അപ്പൊ ബാലൻസ് ആരേ ഉള്ളൂ? V1I + V1F. കണ്ടോ? അതുപോലെ ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് കണ്ടോ, ഈ പിന്നെ RHSനെ ഇങ്ങ് താഴെ ഇറക്കി ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോ ഇവിടെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെയുള്ള ആരൊക്കെ ഉണ്ട്? M2 × V2F - V2I. കണ്ടോ, M2 × V2F - V2I ഇവിടെ ഉണ്ടോ? അത് M2 × V2F - V2I ഉണ്ട്. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഇത് മാത്രം വരും. കണ്ടോ, ക്ലിയർ ആയില്ലേ? സോ V1I + V1F ഈക്വൽ ടു V2F + V2I. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് V2Iനെ ഇങ്ങ് കൊണ്ടുവരിക. സോ V1I - V2I. ഇവിടെ V2F ഇവിടെ കിടന്നോട്ടെ. V1Fനെ ഇങ്ങ് കൊണ്ടുവരിക. V2F - V1F. ഇത് തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കിയേ, ഇത് A എന്നുള്ള ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി, ഇത് B എന്നുള്ള ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി, ഇത് B എന്നുള്ള ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി, ഇത് A എന്നുള്ള ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഇത് ഇനിഷ്യൽ വെലോസിറ്റികളാണ്. I എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റികളാണ്, F എന്ന് പറഞ്ഞ ഫൈനൽ വെലോസിറ്റികളാണ്. അപ്പോ ഈ സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില്? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി ഡെഫിനേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? എന്താണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B? VA - VB. അപ്പൊ ഇത് എയുടെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്, ഇത് ബിയുടെ ഫൈനൽ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ എയുടെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാം? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറയാം. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണിത്. അപ്പൊ ഇതോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഇത് ബിയുടെ അല്ലേ, ഇത് എയുടെ. സോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ അതിനർത്ഥം എന്താണ്? A വിത്ത് റെസ്പെക്ട് ടു B കൊളിഷന് ശേഷം എന്തായി മാറി? B വിത്ത് റെസ്പെക്ട് ടു A ആയി മാറി. എന്ന് വെച്ചാൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കൊളിഷന് ശേഷം റിവേഴ്സ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോ ഇതുവരെ ഒന്ന് എന്ത് ചെയ്യുക? എഴുതുക, കൃത്യമായി എഴുതി പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഞാൻ എന്താണ് പിന്നെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, അതിനകത്ത് എഴുതി വർക്കൗട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്കായിട്ട് തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്താണ് വീഡിയോ പോസ് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കി ഉറപ്പിച്ചിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോ ഇതുവരെ എഴുതിയല്ലോ. തേർഡ് ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കിയേ. തേർഡ് ഇക്വേഷൻ
V1i മൈനസ് V2i ഈക്വൽ ടു V2f മൈനസ് V1f. അതിൽ നിന്ന് V2f മാത്രം ഒന്ന് എഴുതിക്കേ. അതായത് ഇയാളെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഇവർ ഇതേപോലെ കിടപ്പുണ്ട്. V1i മൈനസ് V2i പ്ലസ് V1f. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളാണ്, അതിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ V2f ഉണ്ടല്ലോ, V2f ഫസ്റ്റ് ഇക്വേഷനിൽ ഒരു V2f ഉണ്ട്, കണ്ടോ? ഇവിടെ V2fന് പകരം നിങ്ങൾ ഇതിനെ എടുത്ത് അങ്ങോട്ട് പ്ലേസ് ചെയ്യണം. ഇപ്പൊ എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ m1 ഇൻറ്റു V1i മൈനസ് V1f, കണ്ടോ? അതിനൊരു മാറ്റവും ഇല്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു V2fന് പകരം ഇയാളെ എടുത്ത് കൊടുക്കുന്നു, V1i മൈനസ് V2i പ്ലസ് V1f. പിന്നെ മൈനസ് V2i അവിടെ ഓൾറെഡി ഉണ്ട്, മൈനസ് V2i. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ബ്രാക്കറ്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. m1 ഇൻറ്റു V1i മൈനസ് m1 ഇൻറ്റു V1f ദാറ്റ് ഇസ് ഈക്വൽ ടു. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ നോക്കണം. ഉണ്ടോ? ഇല്ല. നിങ്ങൾ പെട്ടെന്ന് മൈനസ് V1iയും ഇത് പ്ലസ് ആണെന്ന് വിചാരിച്ച് ഇത് ക്യാൻസലും ചെയ്ത് കളയരുത് കേട്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ V1i ഉണ്ട്. ഓക്കെ, പിന്നെ മൈനസ് V2i മൈനസ് V2i. അപ്പൊ എത്ര മൈനസ് V2i ഉണ്ട്? 2 മൈനസ് 2V2i. ഓക്കെ, പിന്നെ ആരുണ്ട്? ഒരു പ്ലസ് V1fും കൂടെ കിടപ്പുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നിങ്ങൾ m2 കൊണ്ട് ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ്? m2 ഇൻറ്റു V1i, കണ്ടോ? പിന്നെ ഇവിടെ മൈനസ് ഉണ്ട്, m2 ഇൻറ്റു 2V2i എന്ന് വെച്ചാൽ 2m2 V2i, ഒരു മൈനസും കൂടി ഉണ്ട്. പിന്നെ ആരാണ്? m2 ഇൻറ്റു V1f പ്ലസ്, കണ്ടോ? പ്ലസ് m2 ഇൻറ്റു V1f. ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ വ്യക്തമായില്ലേ? ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ V1f വരുന്ന ടേമുകളെല്ലാം ലെഫ്റ്റിലും V1i വരുന്ന ടേമിനെ എല്ലാം റൈറ്റിലും ആക്കുക. I വരുന്ന ടേമിനെ എല്ലാം, f വരുന്ന ടേമിനെ എല്ലാം ഒരിടത്തും, i വരുന്ന ടേമിനെ എല്ലാം ഒരിടത്തും ആക്കുക. ഓക്കെ, കണ്ടോ? f വരുന്ന ടേമിനെ എല്ലാം ഇവിടെ ആക്കുക, i വരുന്ന ടേമിനെ എല്ലാം ഇവിടെ ആക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെ മൈനസ് m1 V1f ഓൾറെഡി ഉണ്ട്. ഇവിടെ നിന്ന് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. കാര്യം f വരുന്ന ഒരു ടേമല്ലേ ഉള്ളൂ. പിന്നെ ബാക്കി കണ്ടോ? മൈനസ് ഇയാൾ ഇപ്പുറത്ത് വരുമ്പോ ഈ പ്ലസ് മൈനസ് ആവും. മൈനസ് m2 V1f ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി ആരൊക്കെ ഉണ്ട്? ഇവിടെ ഓൾറെഡി m2 V1i ഉണ്ട്. പിന്നെ i വരുന്ന ടേമിനെ ഇല്ല ഇപ്പുറത്ത് കൊണ്ടുവരണമെന്നല്ലേ നമ്മൾ പറഞ്ഞ. അപ്പൊ എന്താണ്? ഇയാളെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ ഇയാളെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആയി, കണ്ടോ? മൈനസ് m1 V1i പ്ലസ് m2 V2i ഓൾറെഡി ഉണ്ട്. പിന്നെ ആരുണ്ട്? ഓൾറെഡി ഒരു മൈനസ് 2m2 V2i ഉണ്ട്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ ഇതുവരെ നിങ്ങളൊന്ന് എഴുതണം, ഇതുവരെ ഒന്ന് എഴുതണം. വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് എഴുതണം. ഓക്കെ, ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആദ്യം ഒരു മൈനസ് കോമൺ എടുക്കുക. ഒരു മൈനസ് നിങ്ങൾ കോമൺ എടുത്തു. പിന്നെ V1f ഇല്ലേ, ഒരു V1fും കോമൺ എടുത്തു. പിന്നെ ബാക്കി ആരേ ഉള്ളൂ? m1 പ്ലസ് m2. അങ്ങനെയല്ലേ എഴുതാൻ പറ്റുക? നിങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. മൈനസ് m1 ഇൻറ്റു V1f, ശരിയല്ലേ? പിന്നെ നോക്കൂ, ഒരു മൈനസ് m2 ഇൻറ്റു V1f, കുഴപ്പമില്ലല്ലോ. അപ്പം മൈനസ് V1f കോമൺ എടുത്താൽ ബാക്കി ആരുണ്ട്? m1 പ്ലസ് m2 ഇൻറ്റു V1f ഉണ്ട്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് മനസ്സിലായോ എങ്ങനെയാണെന്ന്? മൈനസ് V1f കോമൺ എടുത്താൽ ബാക്കി ആരുണ്ട്? m1 പ്ലസ് m2 ഇൻറ്റു V1f ഉണ്ട്. അത് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ ഒരു ഭംഗിക്ക്. ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ V1, ഇവിടെ രണ്ടിടത്തും V1i ഉണ്ട്. അപ്പൊ ആ V1i അങ്ങ് കോമൺ എടുത്താൽ ബാക്കി ആരേ ഉള്ളൂ? ഇവിടെ നിന്ന് V1i എടുത്താൽ മൈനസ് m1. പിന്നെ ആരുണ്ട്? ഇവിടെ നിന്ന് V1i എടുത്താൽ പ്ലസ് m2 പ്ലസ് m2. മറ്റത് അതേപോലെ എഴുതുക. മൈനസ് 2m2
V2I. സംശയമുണ്ടോ? അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എഴുതുക, ഈ സ്റ്റെപ്പ് എഴുതുക. ഈ സ്റ്റെപ്പ് നമ്മൾ പിന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ കണ്ടോ, ആ സ്റ്റെപ്പാണ് ഇതാ ഇത് നമ്മൾ നേരത്തെ എഴുതിയത്. ഇതിൽ നിന്ന് എന്ത് എഴുതാം? നിങ്ങൾക്ക് ത്രൂ ഔട്ടായി ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസ് പോയി പ്ലസ് ആയി. ഇവിടെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഈ ടേമിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്തെ ഓരോ ടേമിനെയും ചെയ്യണം. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി. പിന്നെ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആയി. ഈ ടേം ഇങ്ങനെ കിട്ടി. പിന്നെ നോക്കുക അടുത്ത ടേം. അതിനെ ഒരു പിന്നെ RHSനെ അല്ലെങ്കിൽ ഇപ്പോൾ LHSനെയോ RHSനെയോ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനെയും ചെയ്യണമെന്നാ. മനസ്സിലായില്ലേ? സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഓരോ ടേമിനെയും നമ്മൾ ചെയ്യണമെന്നാ. അപ്പൊ ഇവിടെയും ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആയി. ക്ലിയർ ആയോ? ഇനി നമ്മൾ V1F മാത്രമാക്കും. നമ്മുടെ എയിം എന്തായിരുന്നു? നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റികൾ അറിയാം. അതായത് ഇവർ കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പ് വന്ന വെലോസിറ്റികൾ നമുക്കറിയാം. ഫസ്റ്റ് ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയും സെക്കൻഡ് ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയും നമുക്കറിയാം. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? കൊളിഷന് ശേഷമുള്ള അവരുടെ വെലോസിറ്റികളാണ് ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി, സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ, മാസുകളുടെയും ഇനിഷ്യൽ വെലോസിറ്റികളുടെയും ടേംസിൽ നമ്മൾ അവയെ എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നോക്കിയേ, V1F, ഇവിടെ V1F അല്ലേ കണ്ടുപിടിക്കേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? ഇയാളെ ഇങ്ങ് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. കണ്ടോ, ദിസ് ഹോൾ തിങ് ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇയാളെ ഇങ്ങനെ താഴെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഓരോ ടേമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. കണ്ടോ, അപ്പൊ എന്താണ്? M1 മൈനസ് M2 ഇൻറ്റു V1I ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് 2M2 ഇൻറ്റു V2I ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, നാലാമത്തെ ഇക്വേഷൻ ആണ് നമ്മുടെ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് V1I അറിയാം, V2I അറിയാം. അതിൽ നിന്ന് V1Fും V2Fും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിൽ V1F നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇൻ ടേംസ് ഓഫ് നമുക്ക് കൊളൈഡിംഗ് ബോഡികളുടെ മാസുകൾ അറിയാം, അവയുടെ ഇനിഷ്യൽ വെലോസിറ്റികൾ അറിയാമെങ്കിൽ കണ്ടോ, ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി കൊളിഷന് ശേഷം എയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നോക്കിയേ, നിങ്ങൾ ഇക്വേഷൻ 3 ഒന്നെടുത്ത് നോക്കിയേ. നിങ്ങൾ എഴുതിയ ഇക്വേഷൻ 3 ഏതായിരുന്നു? അത് ഇതായിരുന്നു. കണ്ടില്ലേ? ഇത് ഒന്ന് നോക്കണേ. V1I മൈനസ് V2I ഈക്വൽ ടു V2F മൈനസ് V1F. അതിൽ നിന്ന് V1F മാത്രം ഒന്ന് ആക്കി നോക്കിയേ. V1F നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? V1F നേരത്തെ നമ്മൾ എഴുതിയ എന്തായിരുന്നു? നേരത്തെ നമ്മൾ നോക്കൂ, ഇക്വേഷൻ 3 നമ്മൾ എഴുതിയെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? V2F ആയിരുന്നു. കണ്ടോ, എന്നിട്ട് അതിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് കൊണ്ടുവന്നത്. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തേർഡ് ഇക്വേഷനിൽ നിന്ന് V1F മാത്രം എഴുതണം. മനസ്സിലായില്ലേ? എന്നിട്ട് ആ V1Fന് പകരം എന്ത് കൊടുക്കണം? ആ V1Fന് പിന്നെ പകരം നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷനിൽ V1Fന് പകരം ഇപ്പൊ കിട്ടിയ സംഗതി കൊടുക്കണം. അങ്ങനെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും? V1Fന് പകരം ഈ വാല്യൂ കൊടുത്തിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് V2F കിട്ടും. കണ്ടോ, അതിങ്ങനെയാണ്. തെറ്റരുത്. V1F is equal to M1 minus M2 by M1 plus M2 into V1I plus 2M2 by M1 plus M2 into V2I. അപ്പോ ഫസ്റ്റ് ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി ഇത് കണ്ടോ. സെക്കൻഡ് ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി എങ്ങനെയാ കിട്ടിയത്? M2 minus M1 by M1 plus M2 അടിയിൽ മാറുന്നില്ല ഇൻറ്റു V2I. കണ്ടോ, V2I പ്ലസ് 2M1 by M1 plus M2 ഇൻറ്റു V1I. കണ്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഒരെണ്ണം ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ബാക്കി എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു മെമ്മറി ട്രിക്ക് ഉപയോഗിച്ച് അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഓരോ സ്പെഷ്യൽ കേസുകളാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊളൈഡിംഗ് ബോഡികളുടെ മാസുകളുണ്ട്, കൊളൈഡിംഗ് ബോഡികളുടെ ഇനിഷ്യൽ വെലോസിറ്റികളുണ്ട്. അതിൽ നിന്ന് നമ്മൾ കൊളിഷന് ശേഷമുള്ള അവയുടെ ഫൈനൽ വെലോസിറ്റികൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ? ഒന്നുമില്ല. പക്ഷേ സഹിച്ചിരുന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഡെറിവേഷനിൽ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കൃത്യമായി എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടെണ്ണവും. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേ പറ്റൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.
ഓക്കെ, അപ്പൊ നമുക്ക് സ്പെഷ്യൽ കേസുകൾ ചെയ്തു തുടങ്ങാം. ഈ രണ്ട് ഇതുവരെ നിങ്ങൾ എഴുതി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. ഇനി V1F ഉം V2F. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കൊളിഷൻ ആയിരുന്നു. രണ്ട് മാസുകൾ M1 M2, പിന്നെ M1ന്റെ വെലോസിറ്റി V1I ആയിരുന്നു, ഇനിഷ്യൽ വെലോസിറ്റി. M2ന്റെ V2I ആയിരുന്നു. V1I V2Iനേക്കാൾ കൂടുതലായതുകൊണ്ട് രണ്ടുപേരും കൊളൈഡ് ചെയ്തതിന് ശേഷം, കൊളിഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി V1F ആയി, സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി V2F ആയി. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലകളാണിത്. നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്പെഷ്യൽ കേസുകൾ നോക്കാം. കേസ് 1, ഈക്വൽ മാസസ് M1 ഈക്വൽ ടു M2. അതായത് കൊളൈഡിംഗ് ബോഡികളുടെ മാസുകൾ സെയിം ആണ്. വെൻ ബോത്ത് ദ കൊളൈഡിംഗ് ബോഡീസ് ആർ ഓഫ് ദ സെയിം മാസ്. അപ്പൊ നാലാമത്തെ ഇക്വേഷനിൽ നിങ്ങൾ M1 ഈക്വൽ ടു M2 ഇട്ട് കൊടുത്തേ. അപ്പൊ എന്ത് കിട്ടും? M1 ഈക്വൽ ടു M2. അപ്പൊ V1F എന്ത് കിട്ടും? V1F നോക്കിയേ, M1 ഈക്വൽ ടു M2 ആണ്. അപ്പൊ നമുക്ക് M2വിന് പകരം M1 എന്ന് കൊടുക്കാം. അപ്പൊ M1 മൈനസ് M1 എന്ത് കിട്ടും? ദാ ഇവിടെ അത് 0 ആയി പോകും. ശരിയല്ലേ? പിന്നെ രണ്ടാമത്തെ ടൈം നോക്കിയേ, ഇവിടെ നമുക്ക് M1 എന്ന് കൊടുത്തൂടെ? ഇവിടെ M1 എന്ന് കൊടുക്കാം. ഇവിടെ M2വിന് വരെ M1 എന്ന് കൊടുക്കാം. M1 ഈക്വൽ ടു M2 അല്ലേ? അപ്പൊ ഇവിടെ M1 എന്ന് കൊടുക്കുന്നു, ഇവിടെ M1 എന്ന് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? 2M1 ബൈ M1 പ്ലസ് M1 ഇൻറ്റു V2I എന്ന് കിട്ടും. ഇത് 0 ആയി പോയി. അപ്പൊ ബാലൻസ് ആരുണ്ട്? V1F ഈക്വൽ ടു 2M1 ബൈ M1 പ്ലസ് M1 എത്രയാണ്? 2M1 ഇൻറ്റു V2I. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് അത് 1 ആവുന്നു. അപ്പോ V1F ഈക്വൽ ടു V2I എന്ന് വെച്ചാൽ എന്താണ്? ഈ V1F എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഫസ്റ്റ് ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റിയാണിത്. ഇതൊന്നോ സെക്കൻഡ് ബോഡിയുടെ കൊളിഷന്റെ സമയത്തെ വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ കൊളിഷന് മുമ്പുള്ള വെലോസിറ്റിയാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൊളിഷന് ശേഷം എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി സെക്കൻഡ് ബോഡിയുടെ കൊളിഷന് മുമ്പുള്ള വെലോസിറ്റി ഫസ്റ്റ് ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി ആയി മാറുന്നു. അതൊരു നല്ല റിസൾട്ടാണ്. എന്താണ്? സോ ദ വെലോസിറ്റി ഓഫ് ബോഡി എ ആഫ്റ്റർ ദ കൊളിഷൻ ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ബോഡി ബി ബിഫോർ കൊളിഷൻ. ശരിയല്ലേ? വെലോസിറ്റി ഓഫ് ബോഡി എ ആഫ്റ്റർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ബോഡി ബി ബിഫോർ കൊളിഷൻ. അപ്പോ M1 ഈക്വൽ ടു M2 നമ്മൾ നാലാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടി. ഇനി അഞ്ചാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു നോക്കാം. അഞ്ചാമത്തെ ഇക്വേഷൻ നോക്കിക്കേ, M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു V2I പ്ലസ് 2M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I. അപ്പൊ നമുക്കിവിടെ M2വിന് വരെ M1 കൊടുത്തു നോക്കാം. എന്ത് കിട്ടും? M1 മൈനസ് M1 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോവും. ഇവിടെ M2വിന് വരെ M1 കൊടുത്തു നോക്കി, M1. അപ്പൊ എന്താണ്? 2M1 ഡിവൈഡ് ബൈ M1 പ്ലസ് M1 എത്ര? 2M1. അപ്പോൾ അതും ഇതും ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് മറ്റേ റിസൾട്ട് പോലെ തന്നെ കിട്ടും. നോക്കൂ, V2F ഈക്വൽ ടു അഞ്ചാമത്തെ ഇക്വേഷൻ ആണേ. നിങ്ങൾ ആ നോട്ട് എടുത്ത് നോക്കി, അഞ്ചാമത്തെ ഇക്വേഷൻ. അതിൽ M1 മൈനസ് M2വിന് വരെ M1 കൊടുക്കുന്നു. അപ്പൊ ഈ ടേം പോയി. ഇവിടെ ആരായി? M2വിന് വരെ M1 കൊടുക്കുമ്പോൾ 2M1 ബൈ M1 പ്ലസ് M1. അപ്പൊ 2M1 ബൈ M1 പ്ലസ് M1. ഇവിടെയും 2M1 വരുന്നു. രണ്ടും ക്യാൻസൽ ചെയ്ത് 1 ആകുന്നു. അപ്പൊ V2F ഈക്വൽ ടു V1I. കണ്ടോ? ഈ റിസൾട്ടാണ് V2F ഈക്വൽ ടു V1I എന്ന് വെച്ചാൽ സെക്കൻഡ് ബോഡിയുടെ അല്ലെങ്കിൽ ബോഡി ബി കൊളിഷന് ശേഷമുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി എന്തിന് തുല്യമാണപ്പോ? കൊളിഷന് മുമ്പുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി. എന്നാൽ ഇവിടെ നമുക്ക് കിട്ടിയ എന്താ? കൊളിഷന് ശേഷമുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് കൊളിഷന് മുമ്പുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റിക്ക് തുല്യമായി. കൊളിഷന് ശേഷമുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് കൊളിഷന് മുമ്പുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റിക്ക് തുല്യമായി. സോ ദ വെലോസിറ്റി ഓഫ് ബോഡി ബി ആഫ്റ്റർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ബോഡി എ ബിഫോർ കൊളിഷൻ. കണ്ടോ? ഇത് അതിന്റെ ഒരു പിക്ചർ നോക്കിക്കേ. ഇതാണ് നമ്മുടെ കൊളിഷന് മുമ്പുള്ള അവസ്ഥ. ഓക്കെ, ദിസ് ഇസ് ദ പിക്ചർ ബിഫോർ കൊളിഷൻ. M1 M2 V1I, ഇത് V2I. M1 M2 തുല്യമാകുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പെഷ്യൽ കേസിന്റെ ഒരു പിക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. M1 M2 ഈക്വൽ ടു M1 ആകുമ്പോൾ നിങ്ങൾ കണ്ടോ, കൊളിഷന് ശേഷമുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ആർക്ക് തുല്യമാകും? കൊളിഷന് മുമ്പുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റിക്ക് തുല്യമാണ്. കൊളിഷന് ശേഷമുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് കൊളിഷന് മുമ്പുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റിക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം?
ഈ ബോഡികൾ പരസ്പരം അവരുടെ വെലോസിറ്റികൾ ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ടു സം അപ്പ്, വെൻ ടു ബോഡീസ് ഓഫ് ഈക്വൽ മാസസ്, അതാണ് ഈക്വൽ മാസസ് ആയിരിക്കണം കേട്ടോ. ഈക്വൽ മാസ് ഉള്ള രണ്ട് ബോഡികൾ കൊളൈഡ് ചെയ്യുമ്പോൾ വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ ആണ് വിധേയമാകുന്നത് എങ്കിൽ അവ അവരുടെ വെലോസിറ്റികൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ശരിയല്ലേ? ടു സം അപ്പ്, വെൻ ടു ബോഡീസ് ഓഫ് ഈക്വൽ മാസ് സഫർ വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ ദേ ഇന്റർചേഞ്ച് ദെയർ വെലോസിറ്റീസ്. ഓക്കെ, ഈ എക്സാമ്പിൾ പറയുകയാണ് കൊളിഷൻ ബിറ്റ്വീൻ ടു ബില്യാർഡ് ബോൾസ്. രണ്ട് ബില്യാർഡ് ബോളുകൾ തമ്മിലുള്ള, ബില്യാർഡ്സ് അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ബില്യാർഡ്സ്. അപ്പോൾ രണ്ട് ബില്യാർഡ് ബോളുകൾ തമ്മിലുള്ള, ഒരേ മാസുള്ള രണ്ട് ബോളുകൾ തമ്മിലുള്ള കൊളിഷൻ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പോ നോക്കൂ, വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷനിൽ ഉള്ള ജനറൽ കേസാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അതിലെ സ്പെഷ്യൽ കേസിൽ ഒന്നാമത്തെ എന്തായിരുന്നു? രണ്ട് കൊളൈഡ് ചെയ്യുന്ന രണ്ട് മാസുകളും ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ മാസുകളാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ റിസൾട്ട് എന്താണ്? കേസ് 1. കേസ് 1 റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൊളിഷന് ശേഷം അവ അവരുടെ വെലോസിറ്റികൾ ഇന്റർചേഞ്ച് ചെയ്യും. എന്ന് വെച്ചാൽ കൊളിഷന് ശേഷമുള്ള ഇയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇയാളുടെ ആദ്യത്തെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. കൊളിഷന് ശേഷമുള്ള ഇയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇയാളുടെ ആദ്യത്തെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. അതല്ലേ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നമുക്ക് കേസ് 2 നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. രണ്ടാമത്തെ കേസ് നോക്കിയാലോ, ടാർജറ്റ് ബോഡി അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇനി അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കണ്ടോ, ഇയാളെയാണ് വന്ന് ഇടിക്കുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് ടാർജറ്റ് ബോഡി. ഇദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ. നമ്മുടെ പ്രൊജക്ടൈൽ അല്ല, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ. നമ്മൾ പ്രൊജക്ട് ചെയ്ത് വരുന്ന സാധനം ഇതാണ് പ്രൊജക്ടൈൽ, ഇത് ടാർജറ്റുമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ രണ്ടാമത്തെ കേസ് നോക്കിയേ, വെൻ ദ ടാർജറ്റ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി v2i ഈക്വൽ ടു 0. ഓക്കെ, എന്ന് വെച്ചാൽ വെൻ ദ ബോഡി ബി ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. നിങ്ങൾ ഈ ഫിഗർ അല്ല നോക്കേണ്ടത്, നമ്മുടെ ബേസ് ഫിഗർ ആണ്. ബേസ് ഫിഗർ അറിയാലോ, നിങ്ങൾ വരച്ചെടുത്ത ആ ജനറൽ ഫിഗർ ആണ് ഇലാസ്റ്റിക് കൊളിഷന്റെ. ഓക്കെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഈ ഡിറൈവ് ചെയ്ത് വന്ന ഇതിനു മുമ്പ് നമ്മൾ ഒരു ഫിഗർ വരച്ചല്ലോ, അതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കണം, അപ്പോൾ v2i ഈക്വൽ ടു 0. നമ്മൾ ചെയ്യാനുള്ള എന്താണ്, ഓരോ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നു, അതിനനുസരിച്ചുള്ള പാരാമീറ്ററുകൾ 0 ആണോ അല്ലെങ്കിൽ എന്ന പാരാമീറ്ററുകളാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അത് നമ്മൾ നാലാമത്തെയും അഞ്ചാമത്തെയും ഇക്വേഷനിൽ കൊടുക്കുന്നു. അതിൽ നിന്നാണ് നമുക്ക് റിസൾട്ടുകൾ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നാലാമത്തെ ഇക്വേഷനിൽ നിങ്ങൾ v2i ഈക്വൽ ടു 0 ഒന്ന് കൊടുത്തു നോക്കിയേ. v2i ഈക്വൽ ടു 0 നാലാമത്തെ ഇക്വേഷനിൽ v2i ഈക്വൽ ടു 0 കൊടുത്താൽ ഇത്രയും ടൈം അങ്ങ് പോയി. ബാക്കി ആരേ ഉള്ളൂ? v1f ഈക്വൽ ടു m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1i. കണ്ടോ, m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1i. ഇനി അഞ്ചാമത്തെ ഇക്വേഷൻ നോക്കിയേ. അഞ്ചാമത്തെ ഇക്വേഷൻ, അതിനകത്ത് നിങ്ങൾ v2i ഈക്വൽ ടു 0 കൊടുത്തു നോക്കിയേ. അപ്പൊ അതാ ഈ ടേം അങ്ങ് പോയി. ബാക്കി ആരേ ഉള്ളൂ? v2f ഈക്വൽ ടു 2m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1i. കണ്ടോ, ഇതിനകത്ത് 3 സ്പെഷ്യൽ സബ് കേസുകൾ വരുന്നു. ഇത് കേസ് 2 ആണ്. ഇതിനകത്ത് വരുന്ന കേസുകളുണ്ട്. ഇനി സബ് കേസുകൾ. ഫോർ എക്സാമ്പിൾ, സബ് കേസുകൾ ഏതൊക്കെയായിരിക്കാം? ഇവിടെ കണ്ടോ, ഇപ്പോ ഇവരെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരൊക്കെയായി? v1fനെയും. ഈ v1fനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒന്ന് v1i. നോക്കൂ, v1i തന്നെയാണ് രണ്ടിടത്തും. ശരിയല്ലേ? കാര്യം സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി 0 ആണ്, അവൻ അവിടെ നിശ്ചലമായി ഇരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു ഇത് രണ്ടിനെയും. പിന്നെ നോക്കിയേ, ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റിയാണ് ഡിറ്റർമിൻ, ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി അനുസരിച്ചാണ്. പിന്നെ നോക്കൂ, ഈ മാസുകൾ കണ്ടോ, ഇവിടെ പ്രൊജക്ടൈലിന്റെ മാസ് കൂടുതലാണെങ്കിൽ, പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിടിക്കുന്നവൻ ആരാണോ അവനാണ് പ്രൊജക്ടൈൽ. അവന്റെ മാസ് കൂടിയാൽ ഇവന്മാരെങ്ങനെ, ഈ v1f v2f എങ്ങനെയായിരിക്കും? അതുപോലെ ടാർജറ്റിന്റെ മാസ്, ഈ റെസ്റ്റിലിരിക്കുന്ന ഇയാളുടെ മാസ് ഈ വരുന്നവനേക്കാൾ കൂടുതലാണെങ്കിൽ, പ്രൊജക്ടൈലിനേക്കാൾ കൂടുതലാണ് ടാർജറ്റിന്റെ മാസ് എങ്കിൽ, എന്ന് വെച്ചാൽ മാസീവ് ടാർജറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും മാസ് തുല്യമായാൽ എങ്ങനെയായിരിക്കും? ആ 3 സ്പെഷ്യൽ സബ് കേസുകളാണ് ഇവിടെ വരുന്നത്, നമ്മുടെ ഈ രണ്ടാമത്തെ കേസിൽ വരുന്നത്. ഈ 3 സബ് കേസുകളുടെയും പ്രത്യേകത എന്താണ്? ഇവൻ
റെസ്റ്റിലായിരിക്കും, അതായത് ടാർജറ്റ് റെസ്റ്റിലായിരിക്കും. അവിടെ നിന്നുകൊണ്ടാണ് 3 എണ്ണം പറയുന്നത്. ഇയാളുടെ മാസ് കൂടുതലാണോ, അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഇയാളുടെ മാസ് കൂടുതലാണോ, ഇവന്മാരുടെ 2 പേരുടെയും മാസ് കൂടുതലാണോ, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസ് കേസ്. ഓക്കെ, ഇനി നമ്മൾ സബ് കേസിൽ വരുന്നു. ഒന്നാമത്തെ സബ് കേസ് എന്ന് പറഞ്ഞാൽ മാസീവ് പ്രൊജക്ടൈൽ. മാസീവ് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വരുന്നയാൾ, കൊളൈഡ് ചെയ്യാൻ വരുന്നയാളുടെ മാസ് മറ്റേയാളെക്കാൾ വളരെ വളരെ കൂടുതലാണ്. അതാണ് മാസീവ് പ്രൊജക്ടൈൽ. കണ്ടോ? എന്ന് വെച്ചാൽ റെസ്റ്റിലിരിക്കുന്ന ടാർജറ്റിന്റെ മാസ് വരുന്ന പ്രൊജക്ടൈലിനേക്കാൾ വളരെ വളരെ കുറവായിരിക്കും, അങ്ങനെയും പറയാം. കണ്ടോ? വെൻ M2 വെരി വെരി ലെസ് ദാൻ M1 എന്ന് വെച്ചാൽ M2 എന്ന് പറഞ്ഞാൽ ആരുടെ മാസാണ്? ബി എന്നുള്ള ബോഡിയുടെ മാസാണ്. M1 എന്ന് പറഞ്ഞാൽ എയുടെ മാസാണ്. എന്ന് വെച്ചാൽ എയുടെ മാസുമായി കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ മാസിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ബി എന്നുള്ള ബോഡി ലൈറ്റ് ബോഡിയാണ്, എ എന്നുള്ള ബോഡി അല്ലെങ്കിൽ വരുന്നവൻ മാസീവ് ബോഡിയാണ്. ഓക്കെ, ഇവിടെ നമ്മളിതാ ഈ ഇക്വേഷന് പേര് കൊടുത്ത് അത് പറയാൻ വിട്ടുപോയി. ഇത് 6, ഇത് 7, റോമൻ നമ്പർ തന്നെ കൊടുക്കണേ. ഇത് 6, 7. അപ്പൊ ഇതിനകത്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിനെ നോക്കൂ, മാസീവ് പ്രൊജക്ടൈൽ ആണെങ്കിൽ M2 വെരി വെരി ലെസ് ദാൻ M1 അല്ലെങ്കിൽ M1 വെരി വെരി ഗ്രേറ്റർ ദാൻ M2. M1 എന്ന് പറയുന്നത് M2വിനേക്കാൾ വളരെ 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 കൂടുതലാണ്, അല്ലെങ്കിൽ M2 എന്നത് M1നേക്കാൾ വളരെ 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 കുറവാണ്. അപ്പൊ നമുക്ക് ആരെ നെഗ്ലക്ട് ചെയ്ത് കളയാം? ചെറിയ ആളിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം, ശരിയല്ലേ? ഈ M1 M2വിനെ നമുക്ക് അങ്ങ് നെഗ്ലക്ട് ചെയ്യാം, ഇവിടെ നിന്നും ഇവിടെ നിന്നും. ഓക്കെ, അങ്ങനെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ V1F എന്ത് കിട്ടും കുട്ടികളെ? V1F. കണ്ടോ? ഇവിടെ 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 M2വിനെ നെഗ്ലക്ട് ചെയ്താൽ മുകളിലും താഴെ M1 ഉള്ളൂ, അത് ക്യാൻസൽ ചെയ്ത് പോയി V1F ഈക്വൽ ടു V1I എന്ന് കിട്ടും. കിട്ടിയോ? കിട്ടിയില്ലേ? നിയർലി ഈക്വൽ ടു ആണ്. മുഴുവൻ എന്താണ് കറക്റ്റ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണ്? നമ്മൾ ഇത് നെഗ്ലക്ട് ചെയ്ത് കളയുകയാണ്. അപ്പൊ നിയർലി ഈക്വൽ ടു എന്ന് വെച്ചാൽ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റിയിൽ മാറ്റം വന്നിട്ടില്ല എന്ന് പറയാം. പ്രാക്ടിക്കലി ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഫസ്റ്റ് ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയും, അതായത് വന്നിടിക്കുന്നവന്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തമ്മിൽ പ്രകടമായ വ്യത്യാസം ഒന്നും ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് സബ് കേസ് എ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ സബ് കേസ് ബി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും സബ് കേസ് ബി? മാസീവ് പ്രൊജക്ടൈലാണ് സബ് കേസ് എ എങ്കിൽ സബ് കേസ് ബി എന്തായിരിക്കും? മാസീവ് ടാർജറ്റ് ആയിരിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ഓക്കെ, സോറി, ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ബാലൻസ് ആണ്, അതായത് ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിന് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മാസീവ് ടാർജറ്റിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പൊ മാസീവ് പ്രൊജക്ടൈൽ എന്നുള്ള സംഗതി കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോ ഫസ്റ്റ് ഇത് മാത്രമേ പരിശോധിച്ചുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, അല്ലാതെ അടുത്ത മാസീവ് ടാർജറ്റ് അല്ല, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, ശരി, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ക്ലിയർ ആയല്ലോ? സബ് കേസ് എയിൽ മാസീവ് പ്രൊജക്ടൈലിന്റെ കേസിൽ നോക്കൂ, V1F നിയർലി ഈക്വൽ ടു V1I. ഇത് ആദ്യത്തെ റിസൾട്ട് ആണ്, നമുക്ക് ഇതിന്റെ കേസിൽ കിട്ടിയ ആദ്യത്തെ റിസൾട്ട് ആണ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് സ്റ്റേറ്റ്മെന്റ് ആക്കി പറഞ്ഞ എങ്ങനെ ഇരിക്കും? ദ വെലോസിറ്റി ഓഫ് ദ മാസീവ് ബോഡി. മാസീവ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വരുന്നയാൾ. പ്രൊജക്ടൈലാണ് ഇവിടുത്തെ മാസീവ് ബോഡി. മാസീവ് ബോഡി ആഫ്റ്റർ കൊളിഷൻ ഈസ് നിയർലി ഈക്വൽ ടു ഇറ്റ്സ് വെലോസിറ്റി ബിഫോർ കൊളിഷൻ. ഇപ്പൊ കൊളൈഡ് ചെയ്തതിന് മുമ്പ് വരുന്ന പ്രൊജക്ടൈലിന്റെ, മാസീവായ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി എന്തായിരുന്നോ അത് തന്നെ ഏകദേശം തുല്യമായിരിക്കും കൊളിഷന് ശേഷമുള്ള അയാളുടെ വെലോസിറ്റിക്ക്. ഓക്കെ, എന്ന് വെച്ചാൽ മാസീവ് ബോഡി അതിവിടെ പ്രൊജക്ടൈലാണ്, അയാളുടെ കൈനറ്റിക് എനർജിയുടെ ഒരു വളരെ ചെറിയ ഫ്രാക്ഷൻ മാത്രമേ കളയുന്നുള്ളൂ എന്നാണ്. വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കൈനറ്റിക് എനർജി പോയി എന്നല്ലേ? ഹാഫ് m v² അല്ലേ കൈനറ്റിക് എനർജി. അതിൽ v കുറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയും. അപ്പൊ ഇവിടെ നിയർലി ഈക്വൽ ആണ്, മുഴുവൻ ഈക്വൽ എന്ന് പറഞ്ഞിട്ടില്ല, നിയർലി ഈക്വൽ ആണ് എന്ന് വെച്ചാൽ കുറച്ച് കുറവാണ്, ശരിയല്ലേ? കുറച്ച് കുറവാണ്, അത് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോ വളരെ കുറച്ച് കൈനറ്റിക് എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മുടെ വന്നിടിക്കുന്ന പ്രൊജക്ടൈലിന് നഷ്ടമാവുന്നുള്ളൂ. ഓക്കെ, അപ്പോ സബ് കേസ് എ മാസീവ് എന്തായിരുന്നു? പ്രൊജക്ടൈലായിരുന്നു. അതിന്റെ ആദ്യത്തെ റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി ഇത് ആറാമത്തെ ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ആറാമത്തെ ഇക്വേഷനിൽ ഇതാണ് ആറാമത്തെ ഇക്വേഷൻ. കണ്ടോ? ഇതില് നമ്മൾ എന്താ പറയുന്നത്? M1 വരുന്നയാള്
M2 എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന നമ്മുടെ ടാർജറ്റിനേക്കാൾ വളരെ വളരെ കൂടുതലാണെങ്കിൽ, അതായത് M1 അപേക്ഷിച്ച് വളരെ വളരെ കുറവാണെങ്കിൽ നമുക്ക് M2 ദാ ഇവിടെ നിന്ന് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ ഇയാളങ്ങ് പോയി. പിന്നെ ആരേ ഉള്ളൂ കണ്ടോ, ഇപ്പൊ ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതില് 2M1/M1, ഈ M1 ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ആരുണ്ട്, V2F = 2VI, V1I, V2F = 2V1I എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത് കണ്ടോ. V2F നിയർലി ഈക്വൽ ടു എന്നാണ് കേട്ടോ, നിയർലി ഈക്വൽ ടു 2VI. അപ്പോ മാസീവ് എന്തായിരുന്നു, മാസീവ് പ്രൊജക്ടൈൽ ആയിരുന്നു. ഓക്കെ, ടാർജറ്റ് ബോഡി എപ്പോഴും റെസ്റ്റിലാണ്. അത് നമ്മുടെ രണ്ടാമത്തെ കേസ് ആയിരുന്നു. ആ രണ്ടാമത്തെ കേസിലെ ഒന്നാമത്തെ സബ് കേസ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രൊജക്ടൈൽ വരുന്നയാൾ മാസീവാണ്, അല്ലെങ്കിൽ ബോഡി മാസീവാണ്. ടാർജറ്റ് എന്താണ്, അയാളുടെ മാസിനേക്കാൾ വളരെ വളരെ കുറഞ്ഞ ഒരാളാണ് ടാർജറ്റ് ബോഡിയായി അവിടെ റെസ്റ്റിലിരിക്കുന്നത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ സബ് കേസായി നമ്മൾ പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ രണ്ട് റിസൾട്ടുകൾ നമുക്ക് കിട്ടി. ഒന്നാമത്തെ റിസൾട്ട് എന്തായിരുന്നു, ആദ്യത്തെ ഒരു പെട്ടിയിൽ നമ്മൾ ഇട്ടത് V1F നിയർലി ഈക്വൽ ടു V1I എന്ന് വെച്ചാൽ വന്നിടിക്കുന്നയാളുടെ വെലോസിറ്റിക്ക് കാര്യമായ മാറ്റമൊന്നും വരില്ല, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് കൈനറ്റിക് എനർജിയെ എന്ത് ചെയ്യുള്ളൂ, നഷ്ടപ്പെടുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ, V2F നമുക്ക് രണ്ടാമത്തെ റിസൾട്ട് കിട്ടിയതാണ്. V2F എന്ന് പറഞ്ഞ എന്താ, അവിടെ വെറുതെ ഇരിക്കുന്ന റെസ്റ്റിലായിരുന്ന ടാർജറ്റ് ബോഡി ഉണ്ടല്ലോ, അയാളുടെ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി എന്നത് വന്നിടിക്കുന്നയാളുടെ കൊളിഷന് മുമ്പുള്ള വെലോസിറ്റിയുടെ ഇരട്ടിയായിരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ നോക്കിയേ, ഇയാൾ ഇവിടെ റെസ്റ്റ് ഇരിക്കുകയാണ്. ഇയാൾ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ വേഗതയ്ക്ക് ഒരു മാറ്റം വലിയ കാര്യം സംഭവിക്കില്ല. പക്ഷെ ഇയാൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നും ഈ വന്നിടിക്കുന്ന ഈ വെലോസിറ്റി ഉണ്ടല്ലോ, വന്നിടിക്കുന്നയാളുടെ വെലോസിറ്റിയുടെ ഇരട്ടി വേഗതയിൽ അങ്ങ് പോകും എന്നാണ് നമുക്കിതാ ഇവിടെ നിന്ന് കിട്ടിയ റിസൾട്ട്. അപ്പൊ നോക്കിയേ, സോ ദ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ബോഡി ആഫ്റ്റർ കൊളിഷൻ ഈസ് നിയർലി, കണ്ടോ, വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ബോഡിയാണിത്. രണ്ടാമത്തെ ബോഡി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബോഡിയാണ്. സോ ദ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ബോഡി ആഫ്റ്റർ കൊളിഷൻ ഈസ് നിയർലി ഡബിൾ ദ വെലോസിറ്റി ഓഫ് ദ മാസീവ് ബോഡി ബിഫോർ കൊളിഷൻ. ശരിയല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത് കണ്ടോ. നമ്മളൊരു പിക്ചറിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത് നമ്മുടെ സിനാരിയോയാണ്, കൊളിഷന് മുമ്പുള്ള കേസാണിത്. എന്ന് വെച്ചാൽ നമ്മുടെ ടാർജറ്റ് ബോഡി ഇയാൾ റെസ്റ്റിലിരിക്കുകയാണ്. V2I = 0, ഇയാളുടെ മാസ് M2, ഇയാളുടെ മാസ് M1, ഇയാൾ ഒരു നിശ്ചിത വേഗതയിൽ വരുന്നു, ഇയാളുടെ ഇടിക്കുന്നു. ഇടിച്ചതിന് ശേഷം കൊളിഷന് ശേഷമുള്ള പിക്ചർ നിങ്ങൾ നോക്കി, ഇയാളുടെ വേഗത V1F എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് V1Iക്ക് ഏകദേശം തുല്യമായിരിക്കും. എന്നാൽ റെസ്റ്റിലിരുന്നതാ ഇയാളുണ്ടല്ലോ, ടാർജറ്റ് ഇപ്പൊ പോകുന്ന വേഗത എത്രയാണ്, അയാൾ റെസ്റ്റിൽ നിന്ന് പോയി. ടാർജറ്റ് ഇപ്പൊ പോകുന്ന വേഗത എന്ന് പറഞ്ഞാൽ വന്നിടിച്ചയാളിന്റെ വേഗത എത്രയായിരുന്നു, അതിന്റെ ഇരട്ടി വേഗതയിലാണ്, ഏകദേശം അത്രയും വേഗതയിലാണ് ആര് പോകുന്നത്, ഈ ടാർജറ്റ് പോകുന്നതെന്നാണ്. ഓക്കെ, അപ്പൊ ടു സം അപ്പ് നമുക്കിത് പറയാം എങ്ങനെ. ഈ രണ്ട് കേസിനെ, അതായത് നമ്മുടെ രണ്ടാമത്തെ കേസിലെ ഒന്നാമത്തെ സബ് കേസിനെ നമുക്ക് എങ്ങനെ പറയാം, സമ്മപ്പ് ചെയ്ത് പറയാം. To sum up, when a massive body suffers an elastic collision with a stationary light body, അപ്പോൾ ഒരു മാസീവ് ബോഡി ഒരു സ്റ്റേഷനറി ആയ ലൈറ്റ് ബോഡിയായി ഇലാസ്റ്റിക് കൊളിഷൻ, ഇപ്പൊ ഇലാസ്റ്റിക് കൊളിഷൻ ആണ് കേട്ടോ നടക്കുന്നത്, ഇലാസ്റ്റിക് കൊളിഷൻ സഫർ ചെയ്യുമ്പോൾ there is practically no change in the velocity of the massive body. മാസീവ് ബോഡിയുടെ വെലോസിറ്റിക്ക് ഒരു പ്രാക്ടിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഓക്കെ, but the light body acquires a velocity which is nearly double the initial velocity of the massive body. പക്ഷേ ലൈറ്റ് ബോഡി അക്വയർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മാസീവ് ബോഡിയുടെ വെലോസിറ്റിയുടെ ഇരട്ടിയായിരിക്കും എന്നാണ്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, കൊളിഷൻ ബിറ്റ്വീൻ എ ഫാസ്റ്റ് മൂവിംഗ് ട്രക്ക് ആൻഡ് എ സ്റ്റേഷനറി ഡ്രം. ഇപ്പോൾ ഒരു ചെണ്ട ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, ഡ്രം ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, വെറുതെ ഇരിക്കുകയാണ്. ഒരു വലിയ ട്രക്ക് മാസീവ് ബോഡി വന്ന് ഇതിനെ ഒരു ഒറ്റ ഇടിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ട്രക്കിന് വേഗതയിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരില്ല. പക്ഷെ ഇയാൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രക്ക് വന്ന് ഇടിച്ച വേഗത എത്രയാണോ അതിന്റെ ഇരട്ടി വേഗതയിൽ അങ്ങ് പോവും. മനസ്സിലായില്ലേ? ആ കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി നമ്മൾ രണ്ടാമത്തെ സബ് കേസിലേക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്ത വീഡിയോയിലാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഓക്കെ, മാസീവ് ടാർജറ്റ് മാസീവ് ആകുന്നു.
ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ശരി. അപ്പോൾ ഇതുവരെ നിങ്ങൾ എഴുതിയെടുക്കുക, കൃത്യമായൊന്ന് പഠിക്കുക. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹെവി ടോപ്പിക്കാണ്, കുറച്ച് കൂടുതലുണ്ട്. എന്നാലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗമേ വരികയുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.